വളരെ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ബ്രാൻഡ് ന്യൂ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ, കരുത്തുറ്റ എനർജറ്റിക് പേഴ്സണാലിറ്റി ദിനേശ് സാർ സംഘടിപ്പിക്കുന്ന ITC ആയതിനു ശേഷം ആദ്യമായി സംഘടിപ്പിച്ച വലിയൊരു പ്രോഗ്രാം ഇവന്റ് ആണ് ഗാലക് 2 സെലിബ്രേഷൻ ഇവന്റ്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ബാങ്ക് ജീവനക്കാരൻ, ആ സമയത്താണ് ഒരു വ്യക്തി വന്ന് എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. 6-7 തവണ പരിചയപ്പെടുത്തപ്പോൾ ഞാൻ 2-10 സംശയം അയാളോട് പറഞ്ഞു, ഈ 2-10 ആർക്കും കിട്ടുമെന്ന് ചോദിച്ചു. എനിക്ക് വിചാരിക്കുന്നത് ഈ പറയുന്ന ഇയാൾക്ക് കഴിഞ്ഞ ആഴ്ച 2-10 8-9 വർഷം മുമ്പാണ്. അയാൾ സംസാരം കേട്ടാൽ അങ്ങനെ പറയും. 17 ലക്ഷം മാച്ച് ചെയ്താൽ 2,16,000 കിട്ടും. മാസത്തിൽ 4 ആഴ്ചയുണ്ട്, മാസത്തിൽ 8,40,000 രൂപ വരെ കിട്ടും. ഇത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ആയി കിട്ടിയിട്ടുണ്ടാവുക, അങ്ങനെയുള്ള സംസാരമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ആർക്കും കിട്ടിയില്ല. ഞാൻ ചോദിച്ചു വയനാട് ആർക്കും കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആർക്കും കിട്ടാത്ത പണിയല്ലേ എനിക്ക് തരുന്നത്? അതല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? അതിന് അദ്ദേഹത്തിന് ഒരു ചിരിയായിരുന്നു, സ്വതസിദ്ധമായൊരു ചിരി. നമ്മളോടാണ് ചോദിച്ചെങ്കിൽ പെട്ടുപോലെ, അയ്യോ എനിക്കൊന്നും കിട്ടിയില്ല, നിങ്ങൾ വന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കിട്ടാൻ, പെട്ടുപോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഉറച്ചത് കൊണ്ടും ഏത് വഴികളിലൂടെ നീങ്ങണമെന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടും അദ്ദേഹം പറയുകയാണ്, സാറേ ഉത്തരേന്ത്യയിൽ ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് സാർ, ആരെങ്കിലും ഒരാൾ വാങ്ങിയാൽ ഞാൻ 2-10 വാങ്ങും. ഞാൻ വാങ്ങുന്നുണ്ടെ മാഷെ നിങ്ങൾക്കും വാങ്ങിച്ചു തരും. എൻ്റെ പേര് MS പ്രസാദ് ആണെങ്കിൽ വാങ്ങിച്ചിരിക്കും. ഞാൻ പറയുന്നത് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കരുത്തോടെ പറയണം. അവിടെ നമ്മുടെ മുൻ ദൈന്യതകളും വേഗവലാദികളും ഒക്കെ മാറണം. നമ്മളൊരു അച്ചീവർ ആകുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രസന്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെയാണ് ഞാൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. ബാങ്കിലുള്ള 11 സ്റ്റാഫിനൊക്കെ ഞാൻ പറഞ്ഞു, ഒരാളും വന്നിട്ടില്ല. എന്നെ അനുഗ്രഹിച്ചോട്ട് ഞാൻ ഒരു കുഴപ്പമില്ല, നിങ്ങൾ 2-10 വാങ്ങിച്ചോ. നാട്ടുകാരെ കുറേ പറഞ്ഞുകൊണ്ട് അവർ പണ്ടെങ്ങോ വന്നിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ കുഴപ്പമാക്കിയോളൂ, ഇത് പണ്ടേ വന്നു പോയതാണ്. അങ്ങനെ 5-8 മാസം ഞാനും ബാങ്കോടൊപ്പം മെല്ലെ ചെയ്യാതിരുന്നു. 1,000, 500, 2,000 ഒക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഒരു തായ്ലൻഡ് ട്രിപ്പ് വന്നപ്പോഴാണ് പ്രസാദ് സാറേ നമുക്കൊന്ന് വിജയിക്കണ്ടേ എന്ന് ചോദിച്ചത്. അങ്ങനെ ഇറങ്ങി വീടിന് ചുറ്റുവട്ടത്തും വർക്ക് കൊടുക്കുമ്പോൾ വീട്ടിൽ കയറാതെ 19 ദിവസം മേപ്പയ്യൂരിനടുത്ത് റൂം എടുത്ത് വർക്ക് ചെയ്ത് 19ാമത്തെ ദിവസം കേരളത്തിൽ ആദ്യത്തെ തായ്ലൻഡ് ട്രിപ്പ് വിന്നറായി പ്രസാദ് സാറോടൊപ്പം ഞാൻ വിജയിച്ചു. അന്ന് കേരളത്തിൽ 3 തായ്ലൻഡ് ട്രിപ്പ് വിന്നറേ ഉള്ളൂ. ഒന്ന് സോമകുമാർ സാർ, ഒന്ന് പ്രസാദ് സാർ, ഒന്ന് ഞാൻ. 3 ആളെ വിജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആകെ 3 പേരെ ആദ്യത്തെ വിജയം, ഗംഭീരമായ തുടക്കമുണ്ടാക്കാൻ അന്നത്തെ ആ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. എന്നാലും ആളുകൾക്ക് സംശയം, ആളുകൾ പറയും മലപ്പുറത്തന്നെ പോയായിരിക്കും, തായ്ലൻഡ് വെറുതെ പറയും, എന്ത് കണ്ടാലും വിശ്വസിക്കില്ല. പക്ഷെ നമ്മുടെ കഠിന പ്രയത്നവും പ്രവർത്തനവും കൊണ്ട് ആളുകൾ കളിയാക്കൽ നിർത്തിയിട്ടില്ല. കളിയാക്കലോട് കളിയാക്കലാണ്. തുടക്കക്കാർക്ക് ഒരുപാട് മുഷിഞ്ഞ മുഖങ്ങൾ കാണേണ്ടി വരും. തുടക്കത്തിൽ നിർത്തിക്കളയാൻ പ്രധാനപ്പെട്ട കാരണം ഇതിൽ കിട്ടാത്തതല്ല, കിട്ടാത്തത് കൊണ്ട് മറ്റുള്ളവർ കളിയാക്കുന്ന വിഷമാണ്. ഞാൻ നിർത്തുക, ഞാൻ ഇവരെയൊക്കെ മുഖം എങ്ങനെയാണ് കാണുന്നത്. കളിയാക്കലും അപഹസിക്കലും ജീവിതത്തിൽ അങ്ങോളം ഉണ്ടാവും. വിജയിച്ചാൽ കുറ്റം പറയും, പരാജയപ്പെട്ടാൽ കുറ്റം പറയും. എങ്ങനെ നടന്നിട്ട് കാര്യമില്ല. കറക്റ്റ്. അപ്പൊ ആ പരിഹസിക്കൽ കേട്ട് നിർത്താനാണെങ്കിൽ നമ്മൾ ജീവിക്കാനേ പറ്റില്ല. ഒരുപാട് വെള്ളക്കെട്ടുണ്ടാവില്ലേ, നിറയെ വെള്ളക്കെട്ടുണ്ടാവും. ആ വെള്ളക്കെട്ടിലൊക്കെ തവളകൾ സ്ഥിര താമസാക്കുകയും ചെയ്യും. ഈ തവളകളൊക്കെ ഒച്ച ഉണ്ടാക്കുകയും ചെയ്യും, കരയുകയും ചെയ്യും. അതിനിടയിൽ നമുക്ക് ജീവിക്കണ്ടേ? വെള്ളക്കെട്ട് മുഴുവൻ ഇല്ലാണ്ടാക്കാനോ എല്ലാ തവളയും നശിപ്പിക്കാനോ നമുക്ക് കഴിയില്ല. ഒന്നുകിൽ പരിസരം മാറണം, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ മുഴുകണം. വിജയിക്കാൻ വേറെ വഴിയില്ല. നമുക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ പ്രവൃത്തിയിൽ മുഴുകുക. ഇതേ വിജയത്തിന് ആധാരമുള്ളൂ. വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആളുകൾ, വലിയ ലക്ഷ്യത്തിലേക്കാണ് പോകുന്ന ആളുകൾ, അവരെ പ്രവൃത്തിയെ സ്നേഹിക്കണം. പ്രവൃത്തിയിൽ ഇടപെടുന്ന ആളുകളെ വിട്ടുവീഴ്ചയില്ലാതെ ഒരുപോലെ കൊണ്ടുപോകാൻ സ്നേഹിക്കണം. വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആളുകൾ ചെറിയ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചേ മതിയോ, അല്ലെങ്കിൽ വലിയ ലക്ഷ്യം പിടിക്കാൻ കഴിയില്ല. എനിക്കിന്ന് എൻ്റെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കണം, നാട്ടിൽ വൈകുന്നേരം എല്ലാം ഇരിക്കണം, കുട്ടികളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം, എന്നിട്ട് കോടീശ്വരനാവും. നടക്കുമോ? നടക്കില്ല. മഹത്തായതിനെ നേടണമെങ്കിൽ ശരാശരിയെ മാറ്റിവെച്ചേ മതിയാവും. മഹത്തായത് കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ശരാശരിയായ ചില കാര്യങ്ങളെ മാറ്റിവെച്ചേ മതിയാവും. അങ്ങനെ ബാങ്കിൽ നിന്ന് ഞാൻ മാറി നിന്നു.
ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം മാറ്റിക്കൊടുത്തു. നാട്ടിലെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഞാൻ എൻ്റെ പ്രവൃത്തിയെ സ്നേഹിക്കാൻ തുടങ്ങി. അസൂക്ഷ്മമായി ഓരോ പ്രദേശത്തിലെയും പ്രശ്നങ്ങളെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങി. നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. കുറെ വിജയിച്ചപ്പോഴും പ്രശ്നം. എന്നോട് തന്നെ 2-10 ഇവിടെ ആരും കിട്ടില്ല, നിങ്ങൾ വെറുതെ തുള്ളിയിട്ട് കാര്യമില്ല. ഒരു 5000-10,000 ഒക്കെ കിട്ടും എപ്പോഴെങ്കിലും, പിന്നെ കിട്ടൂല. പക്ഷേ 10,000 കിട്ടിയ അതേ ഐഡിയയിൽ 1,00,000 ആക്കാനും 2-10 ആക്കാനും കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങി. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിൽ ആദ്യത്തെ 2,10,000 2016 ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ വന്നു. ഞാൻ വാങ്ങുന്നുണ്ടേ മാഷെ നിങ്ങളെയും വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ അതേ വാക്ക് അവിടെ പ്രാവർത്തികമായി. എനിക്ക് 2-10 വാങ്ങി തന്ന് അതേ വെള്ളിയാഴ്ച ആദ്യത്തെ 2-10 പ്രസാദ് സാറും വാങ്ങി. നേരത്തെ കാണിച്ചു തന്നില്ലേ? 2016 ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തപ്പോൾ പ്രസാദ് സാർ ആദ്യത്തെ 2-10 അതേ ആഴ്ച എനിക്ക് വാങ്ങിച്ചു തന്നിട്ടാണ് അദ്ദേഹം 2-10 വാങ്ങിയത്. അപ്പൊ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ അതേ പൊസിഷനിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള കൂട്ടായ്മയാണ് ഈ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സ്നേഹിക്കണം. ഒരു ബാധ്യത പോലെ ചെയ്ത് തീർത്തിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കൽ മാത്രമല്ല, ആളുകളെ കാണൽ മാത്രമല്ല, പ്രോഗ്രാമിനെ കൊണ്ടൽ മാത്രമല്ല, ഇത്തരം മഹാ ഇവന്റുകളെയും ഇഷ്ടപ്പെട്ടേ മതിയാവും. അതുകൊണ്ടാണ് നിങ്ങളും വളരെ ഉയരത്തെത്തുമെന്ന് ഞാൻ പറയുന്നത്. വളരെ സ്നേഹത്തോടെ 6 മണിക്കും കാലത്ത് 5 മണിക്കും പുറപ്പെട്ട് ഇവിടെ എത്തി ഇത് കഴിയുന്നവരെ നിങ്ങൾക്ക് ഈ സഹനമുണ്ടല്ലോ, ഇതാണ് ഏറ്റവും വലിയ സഹനം ഈ പ്രവൃത്തി വിജയിപ്പിക്കാൻ. ഇത് കൂടെ കൊണ്ടുപോകുക. ഒരുപാട് കളിയാക്കലുണ്ടായിരുന്നു. തുടക്കത്തിൽ എൻ്റെ അടുത്തൊരു ബൈക്കാണ്, അത് മാറ്റി ഞാൻ പൾസർ ബൈക്ക് വാങ്ങി. പ്രസാദ് സാർക്ക് ബൈക്ക് അറിയില്ല. നിങ്ങൾ വിചാരിക്കും എന്നാ ഒന്ന് ഓടിക്കട്ടെ, നടക്കൂല. പക്ഷെ കാറ് വേണേ 2 ഒന്നിച്ചാൽ ഓടിക്കും. അതാണ് അതിൽ എക്സ്പെർട്ടാണ്. കറക്റ്റല്ലേ? ഞങ്ങൾ 2 പേരും ബൈക്കിലാണ് വർക്ക് ചെയ്യില്ല. മേപ്പയ്യൂർ എൻ്റെ വീട്ടിൽ നിന്നൊരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ് റൂം എടുത്തത്. ഞങ്ങൾ ഒന്നിച്ചാൽ താമസിക്കുക. ഒരു ഒടിഞ്ഞ കട്ടിൽ, 2 കസേര, ഇതൊക്കെ തന്നെയായിരുന്നു. രാത്രി 12 മണി വരെ 1 മണി വരെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്ത് മേപ്പയിലെത്തിയാൽ മേപ്പയിൽ ഒരു ഹോട്ടൽ ഉണ്ടാവില്ല. ഒരു 8 മണിക്ക് ഒരു വലിയ സ്വപ്നമൊന്നുമില്ല. 8 മണിക്ക് എല്ലാം അടച്ചു പോയിട്ടുണ്ടാവും. ഒരു ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. അപ്പം പേരാമ്പ്ര പോകണം. 24 മണിക്കൂർ ഉണ്ടാവും. ഞങ്ങൾ 8 കിലോമീറ്റർ ഓടിച്ച് പേരാമ്പ്ര പോകണം ബൈക്കിൽ. അപ്പോൾ റൂമിൽ നിന്ന് ഒരു ദിവസം പറഞ്ഞു, പക്ഷേ ഇന്ന് ഇല്ലാണ്ട് കഴിക്കുന്നു, ഒന്നും കഴിച്ചില്ല, ഉച്ചക്കേ കഴിച്ചില്ല ശരിക്കും. ഞങ്ങൾ രാത്രി ഒരു 11 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം ബൈക്കിൽ പോവുക പേരാമ്പ്ര ഭക്ഷണം കഴിക്കാൻ, തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. ഞാൻ കുലിക്ക് നോക്കുമ്പോൾ എണ്ണ ഏകദേശം ഉണ്ട് വണ്ടിയിൽ. തിരിച്ചു വരുമ്പോൾ 5-ാം വീട് എത്തുമ്പോഴേക്ക് വണ്ടി അടഞ്ഞു. ഞങ്ങൾ കഴിച്ച പോരല്ലോ, മൂപ്പർക്ക് എന്തേലും കിട്ടണ്ടേ. ഇപ്പം കുലുക്കിയിട്ട് സാധനം എത്തുന്നില്ല. ഇപ്പം തള്ളലേ വഴി കിട്ടും. അയാളെ കൈ കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഓടിക്കാത്ത ആൾക്ക് മര്യാദയ്ക്ക് തള്ളാനും ആവില്ല. അപ്പം ഞാൻ മുന്നിൽ പിടിച്ച് തള്ളും, ബാഗിൽ നിന്ന് ഇയാൾ തള്ളി കയറ്റം കയറിയാണ്. ഹൈസ്കൂളിൻ്റെ കയറ്റം കയറുമ്പോൾ വണ്ടി മെല്ലെ സ്ലോ ആയിട്ട് നിൽക്കുമ്പോൾ കഥച്ച് നിൽക്കും. ബാഗിൽ റോഡിലൂടെ നമ്മൾ 2 പെൻസ് ഓടിച്ചു കൊണ്ടുപോകും. ഞാനൊരു നോട്ടം നോക്കിക്കാണ്, മിണ്ടാണ്ട് തള്ളു മനുഷ്യ, ഇത് കേറില്ല. അന്നാരെ ഒടുക്കത്തെ തള്ളല്. അങ്ങനെയാണ് ആ തള്ളി 1.5 കിലോമീറ്റർ തള്ളി മേപ്പയിരുത്തി. ഞാൻ എടുത്ത റൂമിൻ്റെ അപ്പുറം JCBൻ്റെ തൊഴിലാളികൾ, കുറേ ബംഗാളികളൊക്കെയാണ്. 1300 അന്ന് മാസമാണ്. അതിനതല്ലാണ്ട് കിട്ടുമോ? അവിടെ നിന്ന് കാണുന്ന സ്വപ്നം വലുതാണ്. ഇതേ ഹാളൊന്നുമല്ല. വിദേശ രാജ്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് ആ കൊച്ചു റൂമിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞത് മലേഷ്യയിൽ നമ്മൾ പ്രോഗ്രാം നടത്തുന്നതും അതുപോലെ ദുബായിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും കേരളത്തിൽ നല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്ത് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന സ്വപ്നങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ആ റൂമിലായിരുന്നു, ചെറിയ റൂമിലായിരുന്നു. മറ്റുള്ളവർ കാണുന്നത് JCB തൊഴിലാളികളെ കൂടെ താമസിക്കുന്ന 2 വ്യക്തികൾ ഒരു ബൈക്കിൽ ഇങ്ങനെ പോകുന്നു. നാട്ടുകാർ മൊത്തം കളിയാക്കണം. ബാങ്കിൽ ഞാൻ പലപ്പോഴും ലീവായിരുന്നു ആദ്യം. ഇപ്പം അനുജൻ പേരാമ്പ്ര പഞ്ചായത്തിലെ ഒരു ക്ലർക്കാണ്, നല്ല ഉദ്യോഗസ്ഥനാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 10-15 കൊല്ലം മുമ്പുള്ളൊരു ബൈക്ക് ഇപ്പോൾ മാന്യമായിട്ട് ഉപയോഗിക്കുന്നു. അതും കരുത്തല്ലേ. ഇപ്പോൾ ഒരു ദിവസം എങ്കിലും ലീവ് എടുത്ത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവൻ വന്നപ്പോൾ ചോദിക്കാറ്, അനിയൻ വന്നിട്ട് സെക്രട്ടറി ചോദിക്കാറ്, സത്യം നടപ്പിക്കുന്നു. സെക്രട്ടറി അന്ന് സോപ്പ് വെക്കാൻ വയ്യുന്നു. അതോടുകൂടി അവൻ്റെ പ്രശ്നം വീട്ടിൽ ലഹളയാക്കുന്നു. ഏട്ടനെന്തിന് കൊള്ളും, വെറുതെ എന്നെ നാണം കെടുത്തി
ഭാര്യ ഇത് കേട്ടു. ഭാര്യ അവൻ്റെ ഭാഗവും എൻ്റെ ഭാഗമൊന്നുമില്ല. രാത്രി മുഴുവൻ എനിക്കിട്ട് തന്നു. നിങ്ങൾ ഈ എടുക്കാൻ തുടങ്ങി. ഒന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് 1800-2000 വരുമാനം ആഴ്ചയിൽ. ബംഗാളി കിട്ടും 7000 ആഴ്ചയിൽ. പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു സാധനമില്ല. മേപ്പേര് പഞ്ചായത്തിൽ 10,000 സ്ഥിരമായി കിട്ടുന്ന ഒരു പടപ്പില്ല. ഒരാളെ ഞാൻ കാണിച്ചു കൊടുക്കേണ്ടെങ്കിൽ ഞാൻ കരുത്തോടെ കാണിച്ചു കൊടുത്തേനെ. അതില്ലാത്തൊരവസരം. വെറും ഉൾക്കരുത്ത് കൊണ്ട് രാത്രി വീട്ടിലെത്തിയാൽ ഞാൻ താഴെ റോഡിൽ 12 മണി വരെ വിളിച്ചും തെളിച്ചും നിൽക്കും. ഉപദേശത്തിൻ്റെ അളവ് കുറയ്ക്കാൻ. തുടക്കത്തിൽ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇന്ന് പലരും അനുഭവിക്കുന്ന ആ വിഷമം നാളെ തീർത്തു കൊടുത്ത് അഭിമാനത്തോടെ ചങ്കൂറ്റത്തോടെ മുന്നിൽ നിൽക്കാനുള്ള കരുത്താക്കി മാറ്റണം. ആ കരുത്തുണ്ടാക്കണം. ഇത് അവസാനമാണെന്ന ചിന്തയുണ്ടാവരുത്. അവസാനിപ്പിക്കുന്നത് നമ്മൾ വിചാരിച്ചെടുത്തായിരിക്കണം. കറക്റ്റ്. ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ച് പലരും കളിയാക്കിയിട്ടുണ്ട്. ഇനി ഒരാൾ കളിയാക്കാൻ പറ്റില്ല. ട്രിപ്പിന് പോയാൽ പറയും ബാഗ് എടുത്തിട്ട് മലപ്പുറത്ത് വായിക്കും. വെറുതെ പറയാം. അതുപോലും വിശ്വസിക്കില്ല. സിംഗപ്പൂരും തായ്ലൻഡ് മുക്കട്ടും മലേഷ്യയിലൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാവി നിർണയിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയാണ്. നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു, അതിന് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, ഇന്നെന്ത് ചെയ്തു, നാളെ എന്ത് ചെയ്യുന്നു, ഇതാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ദിനചര്യയിൽ മാറ്റം വരാതെ നിങ്ങളുടെ വിധിയിൽ മാറ്റം വരുത്തില്ല. വിധി മാറണമെങ്കിൽ ദിനചര്യയിൽ മാറ്റം വരുത്തണം. എന്നെ കളിയാക്കിയവർക്ക് മുന്നിൽ ഇപ്പൊ നോക്കൂ. നിങ്ങൾ സീലിംഗ് അടിച്ചതിന് ശേഷം ഞാനൊരു കാർ എടുത്തു, ഒരു വീട് വെച്ചു, ഹോണ്ട സിറ്റി വാങ്ങി. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് 72 ലക്ഷം രൂപയുടെ BMW GT-യിലാണ്. 3 വർഷം കഴിഞ്ഞ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്ററായി അതേ മാസം 4ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ 3ാമത്തെ വണ്ടി BMW എന്റെ സ്വന്തമായിട്ടുണ്ട്. അത് ഒടുക്കത്തെ സ്പീഡാണെങ്കിലും മേപ്പയിൽ പഞ്ചായത്തിലെത്തിയാൽ മെല്ലെ. ഏറ്റവും നല്ല പ്രതികാരം, ഏറ്റവും നല്ല വിജയം മാത്രമാണ്. ഒടുക്കത്തെ കളിയാക്കിയവർ ഇങ്ങനെ നോക്കും. പോയോ 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 പോയോ. കളിയാക്കിയവരൊക്കെ ഇപ്പം പറയും നിങ്ങൾ അല്ലെങ്കിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. നമ്മളെ കളിയാക്കിയവരും അവഗണിച്ചവരും നമുക്ക് മുന്നിൽ വിനീതരായിട്ട് വരും. നിങ്ങളുടെ ലക്ഷ്യം ഒടുക്കത്തെ ലക്ഷ്യമാണെങ്കിൽ മാത്രം. സോ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു വന്നു. ഇന്ന് 1 ലക്ഷത്തിലേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഡസൻ കണക്കിന് സീലിംഗ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. വിദേശ ട്രിപ്പ് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. 100 കണക്കിന് ബുള്ളറ്റുകളും കാർ അച്ചീവേഴ്സിനെ സൃഷ്ടിച്ചു. ഞാൻ വിജയിക്കുക മാത്രമല്ല നമ്മളെ കൂടെയുള്ളവരെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇൻഫോപ്രണർ, വ്യവസായികളെ സൃഷ്ടിക്കുന്ന വ്യവസായിയായിട്ട് മാറാൻ കഴിയും. ഇതും നിങ്ങൾക്കും സാധിക്കും, നിങ്ങൾക്കും പോസിബിളാണ്. അതിനെന്ത് ചെയ്യണമെന്നുള്ള ഒരു 2-3 കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ. ഇതിന് 3 കാര്യമേ ആകെ ചെയ്യണോ. 1, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് പഠിക്കുക. ശരി, സോപ്പ്, പേസ്റ്റ്, സാധാരണ ഉപയോഗിക്കുന്ന സാധനം അത് റീറ്റെയിൽ ചെയ്യാനും പഠിക്കാനും താഴെയുള്ളവർ പഠിപ്പിക്കുക. അപ്പോൾ ആളുകൾ വരും. പ്ലാൻ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ടർ ആക്കുക. ഡിസ്ട്രിബ്യൂട്ടർ ആക്കിയാൽ ഇങ്ങനെ പ്രോഗ്രാമിൽ കൊണ്ട് മാനേജ് ചെയ്യുക. ഈ 3 കാര്യം ആകെ ചെയ്യണം. പ്രൊഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആളുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വരും. അവരെ സ്റ്റാർട്ട് ചെയ്യിക്കുക. ആ സ്റ്റാർട്ട് ചെയ്ത ആളുകളെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുക്കുക. ഇതാണ് ബേസ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ ഒരു കുട്ടിക്കും നിങ്ങൾ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആ ഒരു രീതിയിൽ ഇതിനെ കാണുക. വേറെ ഒരു കാര്യവും ഇതിനെ കാണേണ്ടതില്ല. പക്ഷെ ആളുകൾക്ക് ചിന്തയാണ് കൂടുതൽ. ചിന്തയാണ് പ്രശ്നം. 100 ആളായ ഞാൻ എന്താക്കും, 500 ആളായപ്പോൾ എന്താക്കും, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവൂലേ. ഇപ്പൊ 14 ആൾ വന്നാൽ ഞാനിപ്പോൾ എന്താക്കും. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി MA-യുടെ പുസ്തകത്തെ കുറിച്ച് പഠിച്ചാൽ എന്തേ നടക്കും. അന്നേരം അതങ്ങ് പഠിക്കൂലേ. 10 ആളാകുമ്പോൾ 4 ആൾ നോക്കിയുണ്ടാവും. 100 ആളാകുമ്പോൾ 10 ആൾ നോക്കാണ്ടാവും. 1000 ആളാകുമ്പോൾ 100 ആളുകൾ നോക്കാണ്ടാവും. അവരങ്ങ് നോക്കി പോകൂലേ. ഇത് ഓവറായ ചിന്തയാണ്. കടന്ന് ചിന്തിക്കുക. 3 തരത്തിലാണ് ആളുകൾ ജീവിക്കുന്നത്. ചില ആളുകൾ ജീവിക്കുന്നത് ഭൂതകാലത്താണ്. 2ാം ക്ലാസ്സിൽ ഞാൻ പുലിയായിരുന്നു. 5ാം ക്ലാസ്സിൽ ഞാൻ പുലിയ. ഇപ്പം എനിക്ക് 40 വയസ്സായെങ്കിലും 5ാം ക്ലാസ്സിൽ പുലിനെ പറഞ്ഞിട്ട് മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഭൂതകാലത്തെ താലോലിച്ചും പറഞ്ഞും മരിക്കുന്നവരെ ജീവിക്കുന്ന കുറേ കൂട്ടരുണ്ട്. തുടക്കത്തിൽ ഞാൻ പുലിയായിരുന്നു. ചില ആൾ ഭാവി കാലത്തിലാണ് ജീവിക്കുക. ഇപ്പം ഞാൻ മടിയനായിട്ട് കുത്തിരിക്കുന്നു നോക്കട്ട. 90 വയസ്സാകുമ്പോൾ ഞാൻ ബംഗ്ലാവിലായിരിക്കും. എനിക്കും നല്ല കാലം വരും. ഒരു വലിയ വിഭാഗം ആളുകൾ ഒന്നുകിൽ ഭൂതകാലത്തെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ ഭാവി കാലത്തെ പറഞ്ഞുകൊണ്ടിരിക്കും. വർത്തമാനകാലത്തിൽ തത്തിക്കളിക്കുന്ന കുറച്ചാളുകളെ ഉണ്ടാവും. അവരാണ് അടയാളം വിട്ടു പോകേണ്ടത്. പ്രസന്റിൽ ജീവിക്കുന്നവർ
വർത്തമാനകാലം ഇന്നത്തെ എൻ്റെ ടീമിന്റെ അവസ്ഥ എന്ത്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് പ്രയാസമുള്ളത്? ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഞാൻ എവിടെ ശ്രദ്ധിക്കണം? ഞാൻ എങ്ങനെ മാറ്റണം? ഞാനിങ്ങനെ ഉറങ്ങിയാൽ മതിയോ? ഞാനിങ്ങനെ ഇരുന്നാൽ മതിയോ? ഞാനിങ്ങനെ കൂട്ടുകൂടിയാൽ മതിയോ? ഇന്നത്തെ എൻ്റെ അവസ്ഥ എന്ത്? ഇത് മാറ്റം വരുത്തി പോകുന്നവന് മാത്രമേ താലോലിക്കാൻ ഒരു ഭൂതകാലവും പ്രതീക്ഷിക്കാൻ ഒരു ഭാവി കാലവും ഉണ്ടാകൂ. അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രസന്റിലെ ഇന്നത്തെ അവസ്ഥ എന്ത്? ഇത് തരണം ചെയ്ത് മാറ്റാതെ വേറെ വഴിയില്ല. അത് ശ്രദ്ധിക്കില്ല. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം. നാളെ ഞാൻ അങ്ങനെയാവും. എനിക്കും നല്ല കാലം വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്കെല്ലാം കഷ്ടകാലമേ വന്നിട്ടുള്ളൂ. കാരണം പ്രതീക്ഷ കൊണ്ട് മാത്രം ആരും വിജയിക്കില്ല. ആഗ്രഹിക്കുന്നതൊന്നും കിട്ടില്ല, അർഹിക്കുന്നതേ കിട്ടൂ. അർഹത ഉണ്ടാക്കണം. ആ അർഹിക്കണമെങ്കിൽ പ്രവർത്തിക്കണം, വേർപ്പൊഴുക്കുന്നവന് മാത്രമേ വീര്യമുണ്ടാകൂ. ആ വേർത്തൊലിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനമാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. APJ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ വസന്തമാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. പരമദരിദ്രന്മാർക്ക് സ്വന്തം പ്രയത്നം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട് ഉയരങ്ങളിലേക്ക് ധനികനായി മാറാൻ ഇത്ര മൂല്യമുള്ള അവസരം ഈ നൂറ്റാണ്ടിൽ വേറെ ഇല്ല. അത് മനസ്സിലാക്കി കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രവർത്തനത്തിൽ ഇടയിൽ പ്രയാസങ്ങൾ വരും, എല്ലാം വരും. അതൊക്കെ കേവലം പ്രകൃതി പ്രതിഭാസങ്ങളാണ്. അതുള്ളത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് പറഞ്ഞിട്ട് കയറിയില്ല. ചില ആൾ തോൽക്കുന്ന നല്ല കാരണം, തോൽക്കാനൊരു കാരണം ആദ്യമേ കണ്ടെത്തി, പിന്നെ തോറ്റ അയാൾക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം തോൽക്കുന്നതല്ല. തോറ്റാൽ പറയാനൊരു കാരണം കണ്ടെത്തിയ പിന്നെ തോറ്റാൽ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ തോറ്റു. മഴയില്ലെങ്കിൽ ഞാൻ പൊളിച്ചേ. അന്നേരം കുട്ടികൾക്ക് പരീക്ഷയില്ലായിരുന്നു, വെയിലല്ലായിരുന്നു. അപ്പൊ പരാജയപ്പെടാൻ ഒരു കാരണമുണ്ടെങ്കിൽ അയാൾക്ക് ഹാപ്പിയാണ്. ആ കാരണം പറഞ്ഞ അയാൾ പ്രതിരോധിക്കും. ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതിസന്ധി വന്നാലും വിജയിച്ചേ മതിയാകൂ എന്നൊരുമ്പെട്ടവന് ഒരു പ്രകൃതി ശക്തിക്കും അയാളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അത് ഉറപ്പാണ്. ഏത് പ്രതിസന്ധി വന്നാലും എനിക്ക് വിജയിച്ചേ മതിയാകൂ എന്ന് വിചാരിക്കണം. അവനെ ഒരു പ്രതിശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. തോൽക്കാൻ തയ്യാറാകാത്തവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്തവനെ. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രവൃത്തിയിൽ മുഴുകുക, ഇതിന്റെ പ്രോഗ്രാമിൽ മുഴുകുക, ഇതിന്റെ ഓളങ്ങളിൽ മുഴുകുക. GTS മാത്രമല്ല, ഇതിന്റെ ഓരോ പ്രവർത്തനത്തിലും കൂട്ടായ്മ ഉണ്ടാക്കുക. ഐക്യമത്യം മഹാബലം. എവിടെയാണോ സ്പർദ്ധയുള്ളത് അവിടെ റിസൾട്ട് ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ചിന്തിക്കാൻ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിന്തിക്കാൻ ഈ സ്പർദ്ധയെ ഉണ്ടാകൂ. അതെല്ലാം മാറ്റിവെച്ച് ഐക്യത്തോടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ പ്രോഗ്രാം, ഇതുപോലുള്ള പ്രോഗ്രാം ഉപകരിക്കണം. അടുത്തൊരു പ്രോഗ്രാം വരുമ്പോൾ ഇതിന്റെ 10 മടങ്ങ് റിസൾട്ട് ഉണ്ടാക്കി വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് ഈ പ്രോഗ്രാം ഉപകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്